ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ HNP വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ഒരു ഈവനിങ് വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ ആദ്യം എവിടെ പോവാം? പാലെടുക്കാൻ പോവാം. രാവിലെ എടുക്കേണ്ടതായിരുന്നു, താമസിച്ചുപോയി എണീക്കാൻ. അതെ, എല്ലാ ദിവസവും നേരത്തെ ഉറങ്ങുന്നുണ്ട്. അതെ, ഇവിടെ അടുത്തൊരു വീടില്ല. എനിക്ക് ചുമയ. ഞങ്ങളപ്പോൾ പാലെടുക്കാൻ പോയിട്ട് വന്നിട്ട് അതെ ചായയൊക്കെ ഇങ്ങനെ തിളച്ച് പൊങ്ങുന്നത് ഞാൻ വീഡിയോ, എന്റെ കാലം മുഴുവൻ ഞാൻ ഇത് കാണിക്കും വീഡിയോയില്. അത് എഡിറ്റ് ചെയ്യാൻ പഠിച്ചുകൊണ്ട് ഞാൻ പാലെടുക്കാൻ വന്നിട്ട് അയ്യോ ഞാൻ പൈസ എടുത്തിട്ട് അവിടെ കൊണ്ടുവന്ന് വെച്ചു. ഞാനിപ്പോ അവിടെ വെച്ചിട്ടുണ്ട്. ഒന്നല്ല എന്റെ വീടിന്റെ ഫ്രണ്ടിൽ ഇവിടെ 50 രൂപ, അല്ലെങ്കിൽ എന്റെ വീടിന്റെ ഫ്രണ്ടിൽ ചീറ്റിപ്പോയി. പാല് കുറച്ച് മുമ്പേ നാളെ കാണിക്കാം. കുറച്ചൊന്ന് താമസിച്ചു പാലെടുക്കാൻ വേണ്ടിട്ട്, അതുകൊണ്ടാ ചേച്ചി അത് ചായ ഇട്ടു. സാധാരണ അതല്ല, സാധാരണ ഞാൻ എന്നും കൃത്യമായിട്ട് പാല് മേടിക്കാൻ പോകുന്നത് കൊണ്ടും ഇന്ന് ഞാൻ പോയില്ല. രാവിലെ സംഭവം രാവിലെ ഞാൻ പോവാറുള്ളതാ പതിവ്. പക്ഷെ ഇന്ന് ചിലപ്പോൾ ഞാൻ രാവിലെ പോവാറില്ല. രാവിലെ പോയില്ലെങ്കിൽ വൈകുന്നേരം പോയി മേടിക്കും. ഇന്ന് ഞങ്ങൾ പാല് മേടിച്ച് ഞങ്ങൾ ഷെയർ ചെയ്ത് ചായ കുടിക്കാൻ വെച്ചിട്ട് ഇവർക്ക് ഭാഗ്യമില്ലെന്ന് ചായ കുടിക്കാൻ. കട്ടൻ ചായ തിളച്ച് പോകുന്നത് കാണിച്ചില്ല കേസ് നിങ്ങൾക്ക്. അതുകൊണ്ട് ഇനി കട്ടൻ ചായ ഇട്ട് കാണിച്ചത്. അതെ. അപ്പം ഇനി ചേച്ചിക്ക് എന്നാ പരിപാടി? എനിക്കിനി ക്യാബേജ് തോരൻ വെക്കണം. പുളിശ്ശേരി ഉണ്ട്. രാവിലെ സാമ്പാർ വെച്ചു. ദോശയ്ക്ക് സാമ്പാർ ഉണ്ടാക്കിയായിരുന്നു, ചമ്മന്തി ഉണ്ടാക്കിയായിരുന്നു. ചമ്മന്തി മാവും തീർന്നു. ഉച്ചയ്ക്കും ചോറിന് പകരം ദോശയായിരുന്നു. അതുകൊണ്ട് ചോറ് ഇനി വെക്കണ്ട. ചോറ് വൈകുന്നേരം തിളപ്പിച്ച് വളർത്താൻ മതി. അവൻ വരാറാകുമ്പോഴത്തേക്കും സാമ്പാർ ഒന്ന് തിളപ്പിക്കണം. പിന്നെ പുളിശ്ശേരി ചൂടാക്കത്തില്ലെന്ന് തോന്നുന്നു പുളിശ്ശേരി. പിന്നെ ക്യാബേജ് തോരനും കൂടെ വെക്കണം. ഇനിയിപ്പോൾ ചായ എന്തെങ്കിലും വെക്കണം. ക്യാബേജ് തോരൻ വെക്കാം. അവൾ ഉറങ്ങുക കൊച്ച്. അവിടെ എണീക്കുന്നതിന് മുമ്പ് പണി തീർത്ത് വെക്കണം. പിന്നെ ഒന്ന് മിറ്റം അടിക്കണം. ഹാളൊന്ന് തൂത്ത് വരണം. വിളക്ക് കത്തിക്കണം. അത് കഴിഞ്ഞ് പ്രാർത്ഥിക്കുകയാണെന്നുള്ള രീതിയിൽ നിങ്ങളൊക്കെ ഒന്ന് കാണിക്കണം. ശരിക്കും പ്രാർത്ഥനയൊന്നുമില്ല. അതെ, സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെയൊന്നുമല്ല മനസ്സിൽ വിചാരിച്ചത്. ഈ കുക്കറി ഷോയിലൊക്കെ ചേച്ചിമാര് കാണിക്കുന്ന പോലെ എനിക്ക് ക്യാബേജൊക്കെ അരിയുമ്പോൾ ഇപ്പുറത്തെ സ്ഥലത്ത് എന്നും ഇവിടെ വീഴുന്നത് നല്ല സൂം ചെയ്ത് സെറ്റപ്പായിട്ട് കളർഫുള്ളായിട്ട് എടുക്കണം. പക്ഷെ ദൈവം എനിക്ക് അരിഞ്ഞു കഴിയണം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുക്കുന്നത്. സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇങ്ങനെ അരിഞ്ഞിട്ട് കൊള്ളൂ. ഇങ്ങനെ അരിയരുത്. ക്യാബേജ് തോരന് ടേസ്റ്റ് കിട്ടണമെങ്കിൽ എങ്ങനെ അരിയേണ്ടതെന്ന് അറിയാമോ? കുത്തി അരിഞ്ഞിട്ട് അതിൻ്റെ കൂടെ ക്യാരറ്റും അരിഞ്ഞിട്ട് പച്ചമുളക് കീറിയിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കഞ്ഞിവെള്ളം ഒഴിച്ച് തിരുമ്മി വെക്കണം, ഉപ്പ് ഇട്ട്. എന്നിട്ട് കടുക് പൊട്ടിച്ച് അതിലോട്ട് ഈ ഇതിട്ട് നമ്മൾ തിരുമ്മി വെച്ചത് തേങ്ങയൊക്കെ ഇട്ട് തിരുമ്മി വെച്ചത് ഇടണം. എല്ലാം കൂടെ കുഴച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പത്രമുളക് ഇരിക്കില്ല, പുറത്ത് പോയി തീർന്നായിരുന്നു, മേടിച്ചില്ല. അതൊന്നുമല്ല, എങ്ങനെ സിമ്പിളായിട്ട് ക്യാബേജ് തോരൻ ഉണ്ടാക്കാൻ പറ്റും. ഞങ്ങൾ ഇപ്പോൾ കറിവേപ്പില തിന്നാനൊന്നും തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇട്ട് തരുന്നു. അതുവാണെങ്കിൽ ടേസ്റ്റ് കിട്ടും, നല്ല സ്നേഹിക്കാൻ കിട്ടും. അവർ കീഴ്വഴക്കങ്ങളാവുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കണം എന്നാണ്. അപ്പോൾ ഇന്നിവിടെ സദ്യയാണ് കേസ്.